പ്രചാരണം അവസാന ലാപ്പിലേക്കൊക്കെ കടക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോർവിളിയാണ് പ്രധാനമായും. പക്ഷേ ഈ ഡീലുകളെല്ലാം മാറ്റിവെച്ച് ജനകീയ വിഷയങ്ങൾ, വികസന വിഷയങ്ങളൊക്കെ ഉയർത്തി ഇനിയുള്ള 10 നാൾ 11 നാൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തണം എന്നതടക്കമുള്ള തീരുമാനങ്ങൾ മുന്നണികൾ കൈക്കൊണ്ടുവെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം, ഡീലുകളും ശബരിമലയും ഈ പറഞ്ഞതുപോലെ വയനാട്ടിലെ ചൂരൽമലയിലെ കണക്കടക്കം ചോദിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥികൾ മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. റൗണ്ട് അപ്പിനായി എബി ജോണിലേക്ക് പോവുകയാണ്. എബി, താരപ്രചാരകടക്കം പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയൊക്കെ സംസ്ഥാനത്തേക്ക് എത്തുന്നു. എന്തായാലും ഈ പ്രചരണത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറുന്ന കാഴ്ച, ഏതാണ്ട് ഒരു അവസാന ലാപ്പിലേക്കൊക്കെ നമ്മൾ എത്തുകയാണ്. ചുരുങ്ങിയ സമയം മാത്രമാണ് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും പ്രചരണത്തിനായി ലഭിച്ചത് തന്നെ. അതുകൊണ്ട് പരമാവധി തങ്ങളുടെ നേട്ടങ്ങൾ, തങ്ങൾ എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമം എല്ലാ തലത്തിലും എല്ലാ മുന്നണികളും നടത്തുന്നു. അതിനിടയ്ക്ക് ഈ ഡീലുകളിൽ അടിസ്ഥാനമാക്കിയുള്ള ഈ പ്രചരണം, ഇത് എത്രനാൾ കൂടി ഇത് ഇങ്ങനെ കൊണ്ടുപോകാനാണ് മുന്നണികളുടെ ഒരു നീക്കം? എന്തായാലും ഇതിപ്പോൾ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അജണ്ട സെറ്റിംഗ് കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രചാരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ പ്രചാരണ ഘട്ടങ്ങളിൽ നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ ഡീൽ ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമല പോലുള്ള വിഷയങ്ങൾ ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷം. എന്നാൽ അതിനുശേഷം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. അതിനുശേഷം പ്രചാരണ നടപടികളിലേക്ക് കടന്നതോടുകൂടി തന്നെ ഇത്തരത്തിലൊരു ഡീൽ എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവാണ് അത്തരത്തിൽ ആ ഒരു ആരോപണം ആദ്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തത്. പാലക്കാട് മണ്ഡലവുമായി കേന്ദ്രീകരിച്ചായിരുന്നു അത്തരത്തിലൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനുശേഷം വിവിധ മണ്ഡലങ്ങളിലേക്ക് ഈ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇതിനെതിരെയുള്ള വിമർശനങ്ങളുമായി പ്രധാനമായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് മറുപടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേരിട്ട് ഈ ഒരു വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുകയും പ്രത്യാരോപണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ചകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പോലും കൂടെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ എന്തായാലും SDPIയുമായുള്ള LDFന്റെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട ആരോപണമാണ് പ്രധാനമായും UDF ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ആ ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രി ഇന്ന് മലപ്പുറത്താണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളുമായി ഉള്ളത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ താരപ്രചാരകരൊക്കെ തന്നെയും എത്തുന്ന ഒരു സാഹചര്യമാണ്. കാരണം അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താരപ്രചാരകർ, കേന്ദ്ര നേതാക്കളൊക്കെ തന്നെ എത്തുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്നു മുതൽ തന്നെ സജീവമാകുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഈ പ്രചാരണ രംഗത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മുഖ്യമന്ത്രി മലപ്പുറത്ത് പ്രചാരണത്തിന് നേതൃത്വം നൽകുമ്പോൾ പ്രതിപക്ഷ നേതാവ് വടക്കൻ പറവൂരിലാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളുമായി ഇന്ന് ഉള്ളത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കം പ്രതിപക്ഷ നേതാവും അടക്കം ഇന്നിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുക എന്ന് എബി സൂചിപ്പിച്ചതുപോലെ കൃത്യമായി അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ട് ബാങ്കുകൾ ലക്ഷ്യമാക്കി, ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എബിയാണ് വിവരങ്ങളുമായി ചേർന്നത്.